2/6/2022। बाबा कहते, मीठे बच्चे, सत्य बाप तुम्हें सब सत्य बातें सुनाते हैं। ऐसे सच्चे बाप से सदा सच्चे रहना है। अंदर में कोई भी झूठ कपट नहीं रखनी। ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, സത്യമായ അച്ഛന്റെ കൂടെ, സത്യമായ അച്ഛൻ നിങ്ങൾ കുട്ടികൾക്ക് സത്യം മാത്രമാണ് കേൾപ്പിക്കുന്നത്. നമ്മളെ സത്യം കേൾപ്പിക്കുന്ന ആളാരാണ്? സത്യം ശിവം സുന്ദരനായ അച്ഛനാണ്. അങ്ങനെയുള്ള സത്യമായ അച്ഛന്റെ കൂടെ സദാ സത്യതയോടെ ജീവിക്കണം. സത്യം ശിവം സുന്ദരനായ അച്ഛന്റെ കൂടെ സദാ സത്യതയോടെ ജീവിക്കണം. ഉള്ളിൽ യാതൊരു പ്രകാരത്തിലുള്ള അസത്യവും നുണയും കപടതയും ഒന്നും തന്നെ പാടില്ല. ചോദ്യം, संगम पर तुम बच्चे किस कॉन्ट्रास्ट को अच्छी रीति से जानते हो? സംഗമ യുഗത്തിൽ നമ്മൾ കുട്ടികൾ ഏതൊരു അന്തരത്തെ നല്ല പോലെ അറിയുന്നു? സംഗമ യുഗത്തിൽ നമ്മൾ കുട്ടികൾ ഏതൊരു അന്തരത്തെ നല്ല പോലെ അറിയുന്നു? ഏതൊരു അന്തരത്തെയാണ് നല്ല പോലെ അറിയുന്നത്? പറയൂ. ബാബ പറയുന്നു, ബ്രാഹ്മണനും ശൂദ്രനും, അല്ലെ ആ വ്യത്യാസം. ബ്രാഹ്മൺ ക്യാ കർത്തെ और शूद्र क्या करते? ज्ञान मार्ग क्या है, ഭക്തി മാർഗ് क्या है? ബ്രാഹ്മണൻ എന്താണ് ചെയ്യുന്നത്? ശൂദ്രൻ എന്താണ് ചെയ്യുന്നത്? ജ്ഞാനമാർഗം എന്താണ്? ഭക്തി മാർഗം എന്താണ്? उस जिस्मानी सेना के लिए युद्ध का मैदान कौन सा है? हमारे युद्ध का मैदान कौन सा है? ഇന്ന് പട്ടാളം അല്ലെ, സൈന്യമുണ്ട്. അവരുടെ യുദ്ധമൈതാനം ഏതാണ്? നമ്മളും ആരാണ്? ശിവശക്തി പാണ്ഡവ സേനയാണ്. നമ്മുടെ യുദ്ധമൈതാനം ഏതാണ്? ഇതിന്റെ അന്തരം കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ. സത്യുഗ അഥവാ കലിയുഗമേ इस कॉन्ट्रास्ट को कोई नहीं जानते. സത്യുഗത്തിലും കലിയുഗത്തിലും ഈ അന്തരത്തെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പൊ സത്യയുഗത്തിലും ആർക്കും അറിയില്ല, കലിയുഗത്തിലും അറിയില്ല, അല്ലെ? സംഗമയുഗവാസികളായ നമുക്ക് മാത്രമാണ്. ശൂദ്രൻ ആരാണ്? അല്ലെ, ശൂദ്രൻ എന്താണ് ചെയ്യുന്നത്? ബ്രാഹ്മണൻ എന്താണ് ചെയ്യുന്നത്? അല്ലെ, നമ്മുടെ ഈ സൈന്യം എന്താണ് ചെയ്യുന്നത്? ആ സൈന്യം ഏത് മൈതാനത്തിലാണ്? ഈ സൈന്യം ഏത് മൈതാനത്തിലാണ്? ഇതിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ നമ്മൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. ഗീതം, മാതാ ഓ മാതാ തൂ ഹേ ഭാഗ്യവിധാത. ഗീതമാണ്, മാതാ ഓ മാതാ നീയാണ് ഭാഗ്യവിധാത. ഓം ശാന്തി. യേ ഹേ ഭാരത മാതാവും കി മഹിമ. ബാബ പറയാണ്, ഇത് ഭാരത മാതാക്കളുടെ മഹിമയാണ്. ജैसे परमपिता परमात्मा शिव की भी महिमा है. പരമപിത പരമാത്മ ശിവനും മഹിമയുണ്ട്. जैसे परमपिता परमात्मा शिव की महिमा है, सिर्फ एक माता की महिमा तो चल ना सके. അപ്പൊ ബാബ പറയാണ്, ഒരേ ഒരു മാതാവിന്റെ മഹിമ ഒരിക്കലും ഒരേ ഒരു മാതാവിന്റെ മഹിമ മാത്രമല്ല ഉണ്ടാകുന്നത്. ഭാരത മാതാക്കളുടെ മഹിമയാണ്. അല്ലെ, ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഭാരത മാതാക്കൾ എല്ലാവരും സംഘടിച്ച് അല്ലെ ഭാരതത്തിനെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വന്ദേ മാതരം എന്ന മഹിമ പാടുന്നത്. तो जरूर സേന चाहिए. അതുകൊണ്ട് അമ്മമാരുടെ ഒരു സൈന്യം തന്നെ, ശിവശക്തി സേന തന്നെ ഇവിടെ ആവശ്യമാണ്, അല്ലെ? അല്ലാതെ ഒരാൾ മാത്രമല്ല. സേന ബിഗർ കാം കേസെ ചലെ. ഒരു സൈന്യമില്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക? അപ്പൊ പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഒരു സൈന്യം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ.
शिव बाबा है एक, वो एक ना हो तो മാതായേം भी ना हो. ശിവബാബ ഒന്നേയുള്ളൂ അല്ലെ, പരമാത്മാവ് ഒന്നേയുള്ളൂ. ഓ ഏക് നാ ഹോ തോ മാതായേം भी ना हो. ശിവബാബ ഇല്ലെങ്കിൽ അമ്മമാരും ഇല്ല. ഞാൻ ബച്ചേ ഹോ, കുട്ടികളും ഇല്ല. ഞാൻ ബ്രഹ്മകുമാർ കുമാരിയാവും. പരമാത്മാവില്ലെങ്കിൽ പിന്നെ അവിടെ ആരില്ല? ശിവശക്തി അല്ലെ, ശിവനില്ലെങ്കിൽ ശക്തിയില്ല. അപ്പൊ ശിവശക്തി സേനയില്ല അല്ലെ, മക്കളില്ല, ബ്രഹ്മകുമാർ കുമാരന്മാരില്ല. മെജോറിറ്റി മാതാവോं की है, इसलिए മാതാവോं को तो महिमा दी गई അല്ലെ. ഭൂരിഭാഗം പേരും അമ്മമാരാണ്, ഏറ്റവും കൂടുതൽ അമ്മമാരാണ്. അതുകൊണ്ടാണ് അമ്മമാർക്ക് ഇത്രയും മഹിമ നൽകിയിരിക്കുന്നത്. ഭാരത് മാതായെ जो ശിവശക്തി ഗുപ്ത സേന है और അഹിംസക്. ഭാരത മാതാക്കൾ ശിവശക്തി ഗുപ്ത സേനയാണ്, അതായത് അഹിംസകരാണ്. कोई भी प्रकार की हिंसा नहीं करती. ഭാരത മാതാക്കള് ശിവശക്തി സേനയാണ്, അഹിംസക സേനയാണ്. ഒരു പ്രകാരത്തിലുള്ള ഹിംസയും ചെയ്യുന്നില്ല. ഹിംസ ദോ പ്രകാർ കി ഹോത്തി ഹൈ. രണ്ട് പ്രകാരത്തിലുള്ള ഹിംസയാണ് ഉള്ളത്. ഏക കാം കട്ടാരി ചലാന, ദൂസര ഗോലി ആദി ചലാന, ക്രോധ് കർണ, മാർണ. ഇപ്പൊ രണ്ട് പ്രകാരത്തിലുള്ള ഹിംസയുണ്ട്. ഒന്ന് കാമം ഹിംസയാണ്, രണ്ട് ക്രോധം ഹിംസയാണ്. ദേഷ്യം വന്നിട്ട് അടിക്കുക, തല്ലുക, കൊല്ലുക അല്ലെ, പിന്നെ തോക്കിന്റെ പ്രയോഗം അല്ലെ, വെടിവെക്ക. അപ്പൊ ബാബ പറയാണ് ഇതെല്ലാം ഹിംസയാണ്. तो उस समय जो भी जिस्मानी सेनाएं हैं वो दोनों हिंसा करती. ഈ സമയത്ത് നമ്മൾ കാണുന്ന എല്ലാ ഭൗതിക സേനകളും, ഈ സൈന്യങ്ങളെല്ലാം ഹിംസ ചെയ്യുന്നവരാണ്. കാരണം ഒരു സേന എന്ന് പറയുമ്പോൾ അവർക്ക് ഹിംസ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പോ സൈന്യങ്ങളെല്ലാം ഹിംസ ചെയ്യുന്നവരാണ്. ആജ്കൽ ബന്ദൂഖ ആദി ചലാന മാതാവും കുബി സിക്കാത്തെ ഹെ. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാലഘട്ടമാണ് ഈ കലിയുഗത്തിന്റെ കാലഘട്ടം അല്ലെ. ഇതെങ്ങനെയാണ്? ഈ സമയത്ത് സ്ത്രീകളെയും പഠിപ്പിക്കാൻ, അമ്മമാരെയും അല്ലെ തോക്ക് ഉപയോഗിക്കാനും വെടിവെക്കാനും ഒക്കെ പഠിപ്പിക്കുകയാണ്. तो ये है जिस्मानी सेना की माताई, ये है रूहानी सेना की देवी समृദ്ധ वाली മാതായി. അപ്പൊ ബാബ പറയാണ് ഈ തോക്ക് ഉപയോഗിക്കാൻ ഉള്ള ശിക്ഷണം ലഭിച്ച് അത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുന്ന അമ്മമാര് ഭൗതികമായ സേനയിലെ അമ്മമാരാണ്, ചില നാട്ടിലുള്ള സൈന്യത്തിലെ അമ്മമാരാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആത്മീയ സേനയിലെ ദൈവിക സമ്പ്രദായത്തിൽപ്പെട്ട അമ്മമാരാണ്. ഓ കിത്തിനെ ഡ്രില്ലാതി സിക്കാത്തി ഹെ. ബാബ പറയാണ് അല്ലെ, ആ സൈന്യത്തിലുള്ള അമ്മമാരാകുമ്പോ അവര് എത്ര ഡ്രില്ലൊക്കെ പഠിക്കുന്നുണ്ട്, സേനയിലെ എപ്പോഴും ഡ്രില്ലും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. തും ഷായദ് കഭി മൈതാൻ മേ ഗയി ബി നഹി. അല്ലെ, ഇവിടെയുള്ള അമ്മമാര് മൈതാനത്തിൽ പോയിട്ട് പോലും ഇല്ല അല്ലെ, മൈതാനം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മൈതാനത്തിൽ പോയിട്ട് പോലും ഇല്ല. ഓ ബഹുത് മെഹനത് കർത്തെ ഹെ. പക്ഷെ ആ സേനയിലുള്ളവർ ഒരുപാട് പരിശ്രമിക്കുന്നവരാണ് അല്ലെ. പട്ടാളം സേനയില് ഉള്ളവര് നാടിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുന്നവരാണ്. काम बिगार में भी जाते हैं, ऐसा कोई मुश्किल होंगे जो शादी ही नहीं करते हो. ആ സേനയിൽ വിവാഹിതരാകാത്തവര് വളരെ അപൂർവമായിരിക്കും, അവര് വികാരങ്ങൾക്ക് അടിമയാകുന്നു. ഉസ് മിലിറ്ററി മേ ബി ബഹുത് സീഖ്തേ രഹത്തെ ഹൈ. അല്ലെ, മിലിറ്ററിയില് പട്ടാളത്തിലും അവർ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോട്ടെ ചോട്ടെ ബച്ചോ കോ ഭി സിഖാത്തെ ഹൈ. കൊച്ചു കൊച്ചു കുട്ടികളെ കൂടി പഠിപ്പിക്കുന്നുണ്ട്. വോ ഭി സേന ഹൈ, യേ ഭി സേന ഹൈ. അല്ലെ, ഇവിടെ ഇപ്പൊ കുട്ടി പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇല്ലേ, കുട്ടികളെയും പഠിപ്പിക്കുകയാണ് അല്ലെ. ബാബ പറയാണ് അതും സേനയാണ്, ഇതും സേനയാണ്. സേനാക്കാത്തോ ഗീതാമേ അച്ചാഹി വിസ്താർ ലിഖാ ഹുവാ ഹൈ. സേനയെ കുറിച്ച് ഗീതയില് വളരെ വിസ്താരത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഗീതയിലും എന്താ കാണിച്ചിരിക്കുന്നത്, ചിത്രീകരിക്കുന്നത് മഹാഭാരത യുദ്ധമാണ് ചിത്രീകരിക്കുന്നത്. അപ്പൊ മഹാഭാരത യുദ്ധം ചിത്രീകരിക്കുന്നത് കൊണ്ട് അതില് കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്ന ആ യുദ്ധക്കളം വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്.
അല്ലെ? സേനയെ കുറിച്ച് വളരെ വിസ്താരത്തിൽ എഴുതിയിട്ടുണ്ട്. പരന്തു പ്രാക്ടിക്കൽ മേ ക്യാ ഹൈ യേ തും ബच्चे जानते हो. പക്ഷെ പ്രാക്ടിക്കലി എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ. ഹം കിത്നെ ഗുപ്ത് ഹേ, അല്ലെ? നമ്മൾ കുട്ടികൾ എത്ര ഗുപ്തമായ സേനകളാണ്. ശിവശക്തി സേന ക്യാ കർത്തി ഹേ? ശരിക്കും ശിവശക്തി സേന എന്താണ് ചെയ്യുന്നത്? വിശ്വ കാ മാലിക് कैसे बनते हैं? ശിവശക്തി സേന എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറുന്നത്? ഇസ്കോ കഹാ ജാതാ ഹൈ യുദ്ധസ്ഥൽ. ഇതിനെയാണ് യുദ്ധസ്ഥലം. നമ്മുടെ കർമ്മക്ഷേത്രം തന്നെയാണ് നമ്മുടെ യുദ്ധസ്ഥലം, അല്ലെ? നമ്മളാകുന്ന സേനകള് ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? രാവണന്റെ സേനയോടാണ് യുദ്ധം ചെയ്യുന്നത്. തുമാരെ യുദ്ധ കാ മൈദാൻ ഭി ഗുപ്ത് ഹൈ, അല്ലെ? നിങ്ങളുടെ യുദ്ധ മൈതാനം പോലും ഗുപ്തമാണ്. കാരണം നിങ്ങളുടെ യുദ്ധം എവിടെയാണ് നടക്കുന്നേ? എവിടെയാണ് നടക്കുന്നേ? മനസ്സിലാണ് നടക്കുന്നത്, അല്ലെ? അതുകൊണ്ട് നമ്മുടെ യുദ്ധ മൈതാനം പോലും വളരെ ഗുപ്തമാണ്. അഭി യഹാ സെ പൂരി പേട്ട് ബേണ്ട് കി ഹോത്തി ഹൈ, അല്ലെ? ബാബ പറയാണ് ഈ സമയത്ത് എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്, അല്ലെ? ഇവിടത്തെ ആയിട്ട് നമ്മള്, അല്ലെ, കമ്പയർ ചെയ്യാണ്. ദോനോ സേനാവുമേ മാതായേ. ബാബ പറയാണ് രണ്ട് സേനകളിലും അമ്മമാരുണ്ട്. ഉന്മേ മെജോറിറ്റി പുരുഷോ കി ഹേ, മെജോറിറ്റി മാതാവോ കി ഹേ. ബാബ പറയാണ് അവിടുത്തെ സൈന്യം എന്ന് പറയുമ്പോ പുരുഷന്മാരുടെ സൈന്യമാണ്. പക്ഷെ ഇവിടുത്തെ സൈന്യം എന്ന് പറയുമ്പോ അമ്മമാരുടെ സേനയാണ്. അതാണ് അന്തരം. കോൺട്രാസ്റ്റ് ഹേ നാ ജ്ഞാനമാർഗ് ഓർ ഭക്തി മാർഗ്. ജ്ഞാനമാർഗത്തിന്റെയും ഭക്തി മാർഗത്തിന്റെയും അന്തരം ഇതാണ്. तो ये लास्ट कॉन्ट्रास्ट है. सतयुग में कॉन्ट्रास्ट की बात ही नहीं रहती. ബാബ പറയാണ് ഇത് സൃഷ്ടിയുടെ മുഴുവൻ കൽപ്പത്തിലും നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു അന്തരമാണ് നമുക്കിവിടെ ഈ രണ്ട് സേനകളുമായിട്ട് കാണാൻ കഴിയുന്നത്, അല്ലെ? ബാബ പറയേണ്ട സത്യത്തില് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അന്തരത്തെ കുറിച്ച് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. സത്യത്തില് ബാബ വന്നിട്ട് നമുക്ക് ഈ അന്തരത്തെ കുറിച്ച് മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ട്. അവിടെ അങ്ങനെയുള്ളൊരു അന്തരമില്ല. ബാബ ആക്കർ കോൺട്രാസ്റ്റ് ബത്താത്തെ ഹേ. ബാബ നമുക്ക് ആ വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കി തരിക. ബ്രാഹ്മൺ ക്യാ കർത്തെ ഓർ ശൂദ്ര ക്യാ കർത്തെ. ബ്രാഹ്മണര് എന്താണ് ചെയ്യുന്നത്, ശൂദ്രര് എന്താണ് ചെയ്യുന്നത്, ആ അന്തരം മനസ്സിലാക്കി തരും. ദോനോ ഹി യഹാ യുദ്ധ കെ മൈതാൻ മേ ഹേ, അല്ലെ? എല്ലാവരും ഈ യുദ്ധ മൈതാനത്തിലുണ്ട്. ശൂദ്രരും യുദ്ധ മൈതാനത്തിലുണ്ട്, ബ്രാഹ്മണരും യുദ്ധ മൈതാനത്തിലാണ്. സത്യയുഗ കലിയുഗക്ക് ബാത്ത് നഹീ ഹേ. ഇത് സത്യയുഗത്തിന്റെയോ അല്ലെങ്കിൽ കലിയുഗത്തിന്റെയോ കാര്യമല്ല. ഏകേ സംഗം യുഗിക്ക് ബാത്ത്. ബാബ പറയാണ് ഇത് സംഗമയുഗത്തിന്റെ കാര്യമാണ്. തും പാണ്ഡവ് സംഗമയുഗി ഹോ, അല്ലെ? നിങ്ങൾ പാണ്ഡവർ സംഗമയുഗികളാണ്. കൗരവ് ഹേ കലിയുഗ്, അല്ലെ? കൗരവരാരാണ്? കലിയുഗികളാണ്. പാണ്ഡവര് സംഗമയുഗികളാണ്. ഉന്होंने കലിയുഗ കാ ടൈം ബഹുത് ലംബ കർ ദിയ. അവരാണെങ്കിൽ കലിയുഗത്തിന്റെ സമയം വളരെ നീളമുള്ളതായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇസ് കാരൺ സംഗം കാ ഉनको മാലൂം ഹി നഹി. അതുകൊണ്ട് തന്നെ സംഗമയുഗം എന്താണ് ഏതാണ് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ആ സൈന്യത്തിന് അറിയോ സംഗമയുഗം ഏതാണ് എന്നുള്ളത്? ആ സേനയിലുള്ളവർക്ക് അറിയാമോ? അറിഞ്ഞേക്കൂടാ. इस कारण संगम का उनको मालूम ही नहीं. धीरे धीरे ये ज्ञान भी तुम्हारे द्वारा समझेंगे. ബാബ പറയാണ് പതുക്കെ പതുക്കെ ഈ ജ്ഞാനം പോലും കലിയുഗത്തിലുള്ളവർ മനസ്സിലാക്കുന്നത് നിങ്ങളിലൂടെയായിരിക്കും. ഏക മാതാക്കി മഹിമ നഹി ഹേ, ഏക ശിവശക്തി സേന, അല്ലെ? ഒരു മാതാവിനല്ല മഹിമയുള്ളത്, ഇത് ശിവശക്തി സേനയാണ്. ഉച്ചത്തെ ഊച്ച് ഏക ഭഗവാൻ, ഉയർന്നതിലും ഉയർന്നത് ഒരേ ഭഗവാൻ മാത്രമാണ്. और तुम हूबहू कल्प पहले वाली सेना. ബാബ പറയാണ് കൽപ്പം മുമ്പും ശിവശക്തി
അല്ലെ സേന ഉണ്ടായിട്ടുണ്ട്. ശിവശക്തി പാണ്ഡവ സേന കൽപ്പം മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഭവ പറയാണ് കൽപ്പം മുമ്പത്തെ സേനകളാണ് നിങ്ങൾ കുട്ടികൾ. ഇസ് ഭാരത് കോ ദേവി രാജസ്ഥാൻ ബനാന തുമാരാ ഹി കാം. അതുകൊണ്ട് ഈ ഭാരതത്തിനെ ദൈവീക രാജസ്ഥാനാക്കി മാറ്റുക എന്നുള്ളത് കുട്ടികളുടെ കർത്തവ്യമാണ്. അപ്പോ ഈ സേനയുടെ ആവശ്യകത എന്താണ്? ഈ ഭാരതത്തെ ദൈവിക രാജസ്ഥാനാക്കി മാറ്റണം, ദേവതകളുടെ ലോകമാക്കി മാറ്റണം. തും ജാനത്തെ ഹോ പെഹലെ ഹം സൂര്യവംശി ഥേ ഫിർ ചന്ദ്രവംശി ഫിർ വൈശ്യവംശി ബനെ. ഇവിടെ കുട്ടികൾക്ക് അറിയാം, ആദ്യം നമ്മൾ സൂര്യവംശികളായിരുന്നു അല്ലെ, പിന്നീട് നമ്മൾ ചന്ദ്രവംശികളായി, പിന്നെ നമ്മള് വൈശ്യവംശികളായി മാറി. പരന്തു മഹിമ സൂര്യവംശിക്ക് ഹി കരേങ്കെ. പക്ഷെ മഹിമ മുഴുവൻ നമ്മൾ പാടുന്നത് സൂര്യവംശിയുടെ മഹിമയാണ് പാടുന്നത്. ഹം പുരുഷാരത്ത് ഹി ऐसा कर रहे हैं जो हम पहले സൂര്യവംശി അർത്ഥാത് സ്വർഗമേ ആവേ. ഇപ്പൊ നമ്മള് പുരുഷാർത്ഥം ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് സൂര്യവംശത്തില് വരണം, സത്യത്തില് അല്ലെ സൂര്യവംശത്തില് വരണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മള് പുരുഷാർത്ഥം ചെയ്യുന്നത്. സ്വർഗത്തിലേക്ക് വരണം, അതിനായിട്ടാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. സത്യയുഗക്കോ സ്വർഗ കഹാ ജാതാ ഹി. സത്യയുഗത്തിനെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. ത്രേതാക്കോ വാസ്തവമേ സ്വർഗനേക്ക് കഹാ ജാത. അല്ലേ, ത്രേതായുഗത്തിനെ വാസ്തവത്തിന് സ്വർഗം എന്ന് വിളിക്കില്ല, സത്യയുഗമാണ് സ്വർഗം. कहते हैं ഫലാന സ്വർഗ പതാര. ഈ കലിയുഗത്തിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ എന്താ പറയാ? അവര് സ്വർഗാരോഹണം ചെയ്തു, സ്വർഗത്തിലോട്ട് പോയി എന്നൊക്കെ പറയും. ऐसे तो नहीं कहते ഫലാന ത്രേതാ में രാം സീതാ കെ രാജ്യമേ ഗയ. അല്ലെ, അങ്ങനെ ഒരിക്കലും പറയില്ല. എന്താണ്, ഇവര് ത്രേതായുഗത്തിലേക്ക് പോയി, സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയും. ആരെങ്കിലും ദേഹം വെടിഞ്ഞാൽ ഇങ്ങനെ പറയോ? അവര് ത്രേതായുഗത്തിലേക്ക് പോയി, രാമന്റെ സീതയുടെ രാജ്യത്തിലേക്ക് പോയി എന്നൊരിക്കലും പറയാറില്ല. तो भारतवासी जानते हैं कि वैकुंठ में श्री कृष्ण का राज्य था. ഭാരതവാസികൾക്ക് അറിയാം വൈകുണ്ഠത്തിൽ ശ്രീകൃഷ്ണന്റെ രാജ്യം ഉണ്ടായിരുന്നു. പരന്തു ശ്രീകൃഷ്ണക്കോ ദ്വാപരമേ ലേഖയെ. പക്ഷേ ശ്രീകൃഷ്ണനെ ദ്വാപര യുഗത്തിലേക്ക് അല്ലെ കൊണ്ടുപോയിരിക്കുകയാണ്. ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണൻ വന്നു എന്ന് ചിത്രീകരിച്ചിരിക്കുന്നത്. മനുഷ്യർക്കോ സത്യക്ക പത്താഹി നഹി. മനുഷ്യർക്ക് സത്യത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. സത്യ ബത്താനെ വാല സദ്ഗുരു കൊയ് ഉൻകോ മിലാഹി നഹി. അല്ലെ, മനുഷ്യർക്ക് സത്യം അറിയില്ല. അവരുടെ വിചാരം എന്താണ്? ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണൻ വന്നിട്ടുള്ളത് അല്ലെ, അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, കഥയിൽ അങ്ങനെയാണ് അല്ലെ. അപ്പൊ അവരത് വിശ്വസിക്കുന്നു. കാരണം സത്യം പറഞ്ഞു തരുന്ന സദ്ഗുരുവിനെ അവർക്ക് ലഭിച്ചിട്ടില്ല. തുംകോ മിലാഹെ, അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അല്ലെ, നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. तो ये सब सच बताते हैं और सच बनाते हैं. ബാബ പറയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം പറയാൻ സാധിക്കും, സത്യതയുള്ളവരാക്കി മാറ്റാൻ സാധിക്കും. കാരണം ബാബ വന്നിട്ട് സത്യമായിട്ടുള്ള ജ്ഞാനം കുട്ടികൾക്ക് നൽകുകയാണ്. എല്ലാ സത്യവും സത്യമായിട്ടുള്ള ജ്ഞാനം ബാബയാണ് നൽകുന്നത്. നമ്മളെ സത്യതയുള്ളവരാക്കി മാറ്റുന്നതും ബാബയാണ്. तो बच्चों को कहते हैं बच्चे तुम कभी भी झूठ कपट नहीं करना. ഇപ്പൊ സത്യതയുടെ സ്വരൂപനായിരിക്കുന്ന അച്ഛൻ, സത്യസ്വരൂപനായിരിക്കുന്ന സത്യം ശിവ സുന്ദരനായിരിക്കുന്ന അച്ഛൻ വന്നിട്ട് കുട്ടികളെ അത്രയും സത്യതയുള്ളവരാക്കി മാറ്റുകയാണ്. അപ്പൊ ബാബ അല്ലെ കുട്ടികളെ അത്രയും സത്യതയുള്ളവരാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോ ബാബ കുട്ടികളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ അസത്യമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾ കള്ളത്തരങ്ങളോ കാപഠ്യങ്ങളോ അല്ലെ ഒന്നും കാണിക്കാൻ പാടില്ല. അസത്യമായിട്ടുള്ള ഒരു പ്രവൃത്തി പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം സത്യമായിട്ടുള്ള അച്ഛൻ വന്നിട്ട് നിങ്ങളെ സത്യതയുള്ളവരാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് കുട്ടികൾ ഒരിക്കലും അല്ലെ രാവണന്റെ സ്വഭാവം കാണിക്കരുത്. തുമാര കുച്ചുബി ചിപ്പിനകി രഹിക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ, അസത്യം കാണിച്ചാൽ അല്ലെ അങ്ങനെയുള്ള
കാപഢ്യങ്ങൾ കാണിച്ചാൽ അത് മറച്ചു വെക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഭവ പറയാണ് സത്യം ശിവസുന്ദരന്റെ കുട്ടികൾക്ക് ഒരിക്കലും കള്ളം കാണിച്ച്, തെറ്റുകൾ കാണിച്ച്, അസത്യം കാണിച്ച്, കാപഢ്യങ്ങൾ കാണിച്ച് അത് മറച്ചു വെക്കാൻ സാധിക്കില്ല. മറ്റുള്ളവരത് മനസ്സിലാക്കും അല്ലെ? അപ്പോ അതായത് മറ്റുള്ളവരെ അത് എന്തായാലും മനസ്സിലാക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഈശ്വരീയ യജ്ഞമാണ് അല്ലെ? അപ്പൊ ഈശ്വരന്റെ മക്കള് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചാൽ, അസത്യമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചാൽ അതൊരിക്കലും ഇവിടെ മറഞ്ഞിരിക്കില്ല. അത് ഒളിച്ചു വെക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ജേസ കർമ്മ കർത്തേക്ക് ഏസേ പാത്തേക്ക്. അതുകൊണ്ട് കുട്ടികള് അങ്ങനെയുള്ള കർമ്മം വല്ലതും ചെയ്താൽ ആ കർമ്മത്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും അല്ലെ? കാപഢ്യത്തിന്റെയും കള്ളത്തിന്റെയും അസത്യത്തിന്റെയും തിക്തഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. പച്ചേ കർമ്മ സിദ്ധാത്തെ. ബാബ നല്ല കർമ്മങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈശ്വർ കെ പാസ് കോയി കാ വികർമ്മ ചിപ്പ് നഹീ സക്ത. ഈശ്വരന്റെ മുന്നിൽ ആര് ചെയ്ത പാപകർമ്മങ്ങളും മറഞ്ഞിരിക്കില്ല അല്ലെ? കുട്ടികളിൽ നിന്നുണ്ടാകുന്ന വികർമ്മങ്ങള് അല്ലെ ഒരിക്കലും എന്താണ് ഈശ്വരന്റെ അടുക്കൽ മറഞ്ഞിരിക്കില്ല. കർമ്മ ഭോഗ കട. അതിന്റെ കർമ്മഫലം വളരെ കടുത്തതായിരിക്കും, കടുത്ത ശിക്ഷകളായിരിക്കും അനുഭവിക്കേണ്ടി വരിക. തുമാരാ യേ അന്തിം ജന്മ ഹേ തോ ഭി സജാ കാനി പടേ. ഇത് നിങ്ങളുടെ അന്തിമ ജന്മമായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ അസത്യം കാണിച്ചാൽ, കാപഢ്യം കാണിച്ചാൽ അല്ലെ, കള്ളത്തരം കാണിച്ചാൽ, പാപകർമ്മം ചെയ്താൽ ബാബ പറയാണ് അതിന്റെ ശിക്ഷ ഇവിടെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. ക്യോങ്കി അനേക ജന്മം കാ ഹിസാബ് കിതാബ് ചുക്തു കർ രഹാ ഹേ. കാരണം ഈ സമയത്ത് അനേക ജന്മങ്ങളിലെ കർമ്മ കണക്കുകൾ അനുഭവിച്ചേ മതിയാകൂ. അനേക ജന്മങ്ങളുടെ കണക്കുകൾ ഇവിടെ അവസാനിപ്പിക്കണം. तो बाबा ने समझाया काशी कलवट कहते हैं जब तक प्राण निकले तब तक भोगना ही पड़ता है അല്ലെ? കാശിയിൽ പോയിട്ട് എന്താണ് ചിലര് ആ വാളുകൾ വെച്ചിരിക്കുന്ന ആ എന്താണ് കിണറ്റിലേക്ക് എടുത്ത് ചാടും. അപ്പോ തീർച്ചയായിട്ടും അവിടെ അനുഭവിക്കുകയാണ് അല്ലെ? അങ്ങനെ എടുത്ത് ചാടുമ്പോഴേക്കും എന്താ സംഭവിക്കുക? പ്രാണൻ പോകുന്നവരെയും അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. കാരണം കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. ബഹുത് കഷ്ട സഹൻ കർണ പടുത്താങ്ങേ. ഒരുപാട് കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഏകത്തോ കർമ്മ ഭോഗ ബിമാരി ആദി കാ ദൂസര ഫിർ വികർമ്മോ കി സജ. ഒന്ന് കർമ്മഫലം എന്ന് പറയുന്നത് രോഗങ്ങളാണ് അല്ലെ? കർമ്മഫലം എന്ന് പറയുന്നത് രോഗങ്ങളുടെ രൂപത്തിൽ അനുഭവിക്കേണ്ടി വരികയാണ്. രണ്ടാമത് എന്താണ്? നമ്മൾ ചെയ്ത വികർമ്മങ്ങളുടെ ശിക്ഷകളായിട്ട് അനുഭവിക്കേണ്ടി വരികയാണ്. ഉസ് സമയം കുറിച്ച് ബോൾനഹി സക്തി ചില്ലാത്തെ രഹത്തെ. ആ സമയത്ത് ഒന്നും മിണ്ടാൻ പറ്റില്ല, നിലവിളിക്കാനും അലമുറയിടാനും മാത്രമേ പറ്റുള്ളൂ. ത്രാഹി ത്രാഹി കർത്തേഹേ. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. പാപാത്മാവും കോ യഹാ ഭി സജ വഹാം ഭി സജ. ബാബ പറയാണ് പാപാത്മാക്കൾക്ക് ഇവിടെയും ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ധർമ്മരാജപുരിയിലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വികർമ്മങ്ങൾ ചെയ്താൽ, പാപങ്ങൾ ചെയ്താൽ ഇവിടെയും ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അവിടെയും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ബാബ പറഞ്ഞേ. അതായത് ധർമ്മരാജപുരിയിൽ ചെന്നും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. तो सतयुग में पाप होता ही नहीं, ना कोर्ट ना मजिस्ट्रेट होते हैं, ना गर्भ जेल की सजा होती. സത്യയുഗത്തില് ആരും പാപം ചെയ്യുന്നില്ല അല്ലെ? അതുകൊണ്ട് തന്നെ സത്യയുഗത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ കോടതിയില്ല, അവിടെ ജഡ്ജില്ല, കോടതിയില്ല, വക്കീലില്ല, ഗർഭജയിലില്ല. ഇവിടെ ഒന്നും ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. വഹാ ഗർഭമഹൽ ഹോത്തായി. സത്യയുഗത്തില് ഗർഭമഹലാണ്. दिखाते हैं पिपल के पत्ते पर श्री कृष्ण अंगूठा चूसता हुआ आया. എന്താ കാണിക്കുന്നത് അല്ലെ? പ്രളയ ജലത്തിൽ അല്ലെ, ഭൂമി അല്ലെ അവസാനിച്ചു കഴിഞ്ഞ് ലോകാവസാനം പ്രളയ ജലത്തിൽ ശ്രീകൃഷ്ണൻ കാൽവിരൽ കുടിച്ചുകൊണ്ട് അല്ലെ ആലിലയില്
വരുന്നതായിട്ട് കാണിച്ചിരിക്കുകയാണ്. तो ये गर्भ महल की बात है. അതിന്റെ അർത്ഥം എന്താ കാണിച്ചിരിക്കുന്നത്? എന്താണ് ശരിക്കും? അല്ലെ, ഗർഭമഹലില് വരുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. तो सत्युग में बच्चे बड़े आराम से पैदा होते. സത്യയുഗത്തിലെ കുട്ടികള് വളരെ സുഗമമായിട്ടാണ് ജന്മമെടുക്കുന്നത്. तो आदि मध्य अंत सुख ही सुख है. അല്ലെ, അവിടെ ആദി മധ്യ അന്ത്യം, അതായത് ജന്മം എടുക്കുന്നത് മുതല് അല്ലെ ജീവിതവും അല്ലെ മരണവും എല്ലാം സുഗമമാണ് അവിടെ. അവിടെ യാതൊരു പ്രയാസങ്ങളുമില്ല. കാരണം അവിടെ ആരും പാപകർമ്മം ചെയ്യുന്നില്ല. तो अभी तुम सुख की दुनिया में जाने के लिए पढ़ रहे. तो इस दुनिया में आदि मध्य अंत दुख ही दुख. സത്യുഗത്തില് ജീവിതത്തിന്റെ ആദി മധ്യ അന്ത്യം സുഖം മാത്രം, സുഖം നിറഞ്ഞതാണ്. കലിയുഗത്തിലോ ജീവിതത്തിന്റെ ആദി മധ്യ അന്ത്യം ദുഃഖം 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 അല്ലെ, അതിഭീകരമായിട്ടുള്ള ദുഃഖമാണ്. तो अभी तुम सुख की दुनिया में जाने के लिए पढ़ रहे. ഇപ്പോൾ നമ്മള് സുഖത്തിന്റെ ലോകത്തിലേക്ക് പോകുവാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ये गुप्त सेना वृद्धि को पाती रही. ഗുപ്തമായ സേന വൃദ്ധിയെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും. जितना जो बहुतों को रास्ता बताएंगे वो ऊंच पद पाएंगे. ആരാണോ നിറയെ പേർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് അവർ ഉയർന്ന പദവി കരസ്ഥമാക്കും. മെഹനത്ത് കർണി ഹെ യാദ് അല്ലെ, അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വികർമ്മങ്ങളെ വിനാശം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ കുട്ടികൾ പരിശ്രമിക്കണം. ബേഹദ്ക വർഷ ജോ മിലാദ അബഗവായ. പരിധികളില്ലാത്ത സ്വത്ത് നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചിരുന്നു അല്ലെ, നമ്മള് നഷ്ടപ്പെടുത്തി. പരിധികളില്ലാത്ത അച്ഛൻ വന്നിട്ട് പരിധികളില്ലാത്ത സ്വത്ത് കുട്ടികൾക്ക് നൽകിയിരുന്നു, പക്ഷെ നമ്മൾ അത് നഷ്ടപ്പെടുത്തി. അവ ഫിർസെ പാരകെ. ഇപ്പോൾ വീണ്ടും നമ്മൾ പരിധികളില്ലാത്ത സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. ലൗകിക് ബാപ് പാർലൗകിക് ബാപ് ദോനോ കോ യാദ് കർത്തെ. ലൗകിക അച്ഛനെയും പാർലൗകിക അച്ഛനെയും അല്ലെ രണ്ടുപേരെയും ഓർമ്മിക്കുമായിരുന്നു. അല്ലെ, ദുഃഖം വരുമ്പോൾ എന്താ ചെയ്യാ? പാർലൗകിക അച്ഛനെയും എല്ലാവരും ഓർമ്മിക്കും അല്ലെ. സ്വത്തിന് വേണ്ടിയിട്ട് ലൗകിക അച്ഛനെ ഓർമ്മിക്കും. പിന്നെന്താണ്? പിന്നെ പാർലൗകിക അച്ഛനെ ദുഃഖം വരുമ്പോൾ ഓർമ്മിക്കും. सत्युग में एक लौकिक बाप को याद कर, पारलौकिक बाप को याद करने की जरूरत नहीं. അപ്പൊ ബാബ പറയാണ്, സത്യയുഗത്തില് ലൗകിക അച്ഛനെ ഓർമ്മിക്കും. ദേഹത്തിന്റെ അച്ഛനെ അവർക്ക് അറിയുള്ളൂ, ആത്മാവിന്റെ അച്ഛനെ അവർക്ക് അറിയില്ല അല്ലെ. ആ അച്ഛനെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. കാരണം അച്ഛന് ഓൾറെഡി പൂർവ്വജന്മത്തില് സംഗമയുഗത്തില് നമുക്ക് പരിധികളില്ലാത്ത സ്വത്ത് നൽകിയിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് പാർലൗകിക അച്ഛനെ ഓർമ്മിക്കേണ്ട ആവശ്യമേ ഇല്ല. വഹാ സുഖഹി സുഖഹേ അല്ലെ. എന്തുകൊണ്ടാണ് അവിടെ ഓർമ്മിക്കാത്തത്? അവിടെ നിറഞ്ഞ സുഖമാണ്, അവിടെ സുഖം മാത്രമേ ഉള്ളൂ. ये ज्ञान भी भारतवासियों के लिए और धर्म वालों के लिए नहीं. പരമാത്മാവ് നൽകുന്ന ജ്ഞാനം ഭാരതവാസികൾക്ക് വേണ്ടിയാണ്, മറ്റ് മതസ്ഥർക്ക് വേണ്ടിയല്ല. परंतु जो और धर्मों में कन्वर्ट हो गए वो निकल आए. മറ്റ് ധർമ്മങ്ങളിലേക്ക് ആരാണോ കൺവേർട്ടായി പോയിരിക്കുന്നത് ഈ എന്താണ് ആദിസനാതന ദേവി ദേവത ധർമ്മത്തിൽ നിന്നും മറ്റു ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോയിട്ടുള്ളവര് വീണ്ടും തിരിച്ചു വരും. ആഖിർ യോഗ സീക്കേങ്കെ. ഇവിടെ വന്നിട്ട് അവര് യോഗം പഠിക്കുന്നു. യോഗ പർ സംജാനെ കെ ലിയെ തുംകോ നിമന്ത്രൺ മിൽത്താ അല്ലെ. യോഗത്തില് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, യോഗത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലഭിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം, മറ്റുള്ളവർക്ക് അല്ലെ ഈ രാജയോഗം പഠിപ്പിച്ചു കൊടുക്കാൻ. നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കാറുണ്ട്. സംജാന ഹേ ക്യാ തും ഭാരത് കാ പ്രാചീന യോഗ ഭൂൽ ഗയേ. മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങള് ഭാരതത്തിന്റെ പ്രാചീന യോഗം മറന്നുപോയോ? ചോദിക്കണം. ഭഗവാൻ കഹത്തെ ഹേ മന്മനാ ഭവ. ഭഗവാൻ നമ്മൾ കുട്ടികളോട് പറയാണ്,
मनमना भव। परमपिता परमात्मा कहते हैं निराकारी बच्चों को कि मुझे याद करो तो तुम मेरे पास आ जाएंगे. പരമപിത പരമാത്മാവ് നമ്മൾ കുട്ടികളോട് പറയാണ്, നിരാകാരികളായിട്ടുള്ള കുട്ടികളോട് പറയാണ്, മക്കളെ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എന്നെ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് എന്റെ പക്കൽ എത്തിച്ചേരാൻ സാധിക്കും. തും ആത്മാ ഇൻ ഓർഗൻസെ സുൽത്തിക്കോ. ശിവബാബ ആത്മാക്കളോട് സംസാരിക്കുകയാണ് അല്ലെ. നമ്മുടെ കുട്ടികള് ബാബ പറയുന്നത് എങ്ങനെയാ കേൾക്കുന്നേ? ഈ ശരീരത്തിലൂടെ, ഇതിന്റെ ഓർഗൻസിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാ ഇൻ ഓർഗൻസ് കെ ആധാർ സെ സുൽത്താ ഹൂം. ഞാൻ ആത്മാവ് ഈ ഓർഗൻസിന്റെ ആധാരത്തിൽ കേൾക്കുന്നു. മേ സബ്കാ ബാപ്പ്. ബാബ പറയാണ് ഞാൻ എല്ലാവരുടെയും അച്ഛനാണ്. മേരി മഹിമ സബ് ഗാത്തെ ഹെ, സർവശക്തിവാൻ, ജ്ഞാന കാ സാഗർ, സുഖ കാ സാഗർ ആദി ആദി. ബാബ സർവരുടെയും അച്ഛനാണ്. ബാബ പറയണ എന്റെ മഹിമ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. സർവശക്തിവാൻ, ജ്ഞാനസാഗരൻ, സുഖത്തിന്റെ സാഗരൻ, കരുണാസാഗരൻ, ആനന്ദസാഗരൻ അല്ലെ. അങ്ങനെ ബാബയുടെ മഹിമ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. तो ये भी टॉपिक अच्छी. ബാബയുടെ മഹിമ എന്നുള്ളത് ഒരു ടോപ്പിക്കാണ് അല്ലേ. പരമാത്മാവിനെ കുറിച്ചും പരമാത്മാവിന്റെ മഹിമകളെ കുറിച്ചും അല്ലെ. പരമാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ആത്മീയ അച്ഛൻ, നമ്മുടെ സർവ്വ ബന്ധുവായിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ശിവ പരമാത്മാ കി മഹിമ, കൃഷ്ണ കി മഹിമ ബത്താവോ. അല്ലെ ബാബ പറയാണ് ശിവ പരമാത്മാവിന്റെ മഹിമ പാടൂ, ശ്രീകൃഷ്ണന്റെ മഹിമ പാടൂ അല്ലെ, രണ്ടു കൂട്ടരുടെയും മഹിമ പാടൂ. അപ്പൊ ജഡ്ജ് കരും ഇതൊക്കെ ഭഗവാൻ പോലെ. അങ്ങനെ ശിവബാബയുടെ മഹിമ പാടി പിന്നെ ആരുടെ മഹിമ പാടണം? പിന്നെ ശ്രീകൃഷ്ണന്റെ മഹിമ പാടിയിട്ട് രണ്ടുപേരുടെയും രണ്ടു കൂട്ടരുടെയും മഹിമ പാടിയതിനു ശേഷം അവരോട് പറയണം നിങ്ങൾ തീരുമാനിച്ചോളൂ ഗീതയുടെ ഭഗവാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ജബർദസ്ത് ടോപ്പിക്. ഇത് വളരെ പവർഫുൾ ആയിട്ടൊരു ടോപ്പിക്കാണ്. ഗീതയുടെ ഭഗവാൻ ആരാണ്? ഇസ്പർ തുമ്മേ സംജാനാണ്. ഈ അല്ലെ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഓരോ ഹം ജാസ്തി സമയം നെങ്കിലേ. മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾ കൂടുതൽ സമയമൊന്നും എടുക്കില്ല എന്ന് പറയണം. ഞങ്ങൾ അധിക സമയമൊന്നും എടുക്കില്ല. ഏക് മിനിറ്റ് ദേ തോബി ടേക്ക്. ഒരു മിനിറ്റ് തന്നാലും മതി, ഞങ്ങൾ മനസ്സിലാക്കി തരാം. ഭഗവാന് വാച മന്മനാ ഭവ മാ വേഗം യാദ് കരും സ്വർഗക്കാ വരസാൻ. ഭഗവാന് വാച മന്മനാ ഭവ മാ വേഗം യാദ് കരും. എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ സ്വർഗത്തിന്റെ സ്വത്ത് ലഭിക്കും. ഇതാരാ പറഞ്ഞത്? ഈ കിസ്നെ കഹാ? നിരാകാർ പരമാത്മാൻ. നിരാകാരിയായ പരമാത്മാവാണ് പറഞ്ഞത്. ബ്രഹ്മ തൻ ദ്വാര. നിരാകാരിയായ പരമാത്മാവ് ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെയാണ് പറയുന്നത്. ബ്രാഹ്മൺ ബച്ചോക്കു കഹ. ആരോടാ പറയുന്നേ? ബ്രാഹ്മണ കുട്ടികളോടാണ് പറയുന്നത്. ഇൻകോ ഹി പാണ്ഡവ് സേന ഭി കഹതി. അല്ലേ, ഈ ബ്രാഹ്മണ കുട്ടികളുടെ സൈന്യമാണ് പാണ്ഡവ സേന. റുഹാനി യാത്ര പർ ലേ ജാനെ കെ ലിയെ തും പണ്ടേ. അല്ലേ, ബാബ പറയാണ് കുട്ടികളെ നിങ്ങള് വഴികാട്ടികളാണ്, ആത്മീയ യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന വഴികാട്ടികളാണ്. ബാബ നിബന്ധ ദേത്തെ ഉൻകോ ഫിർ കേസെ റിഫൈൻ കർ സംജായി. അപ്പൊ ബാബ നമുക്കിത് പറഞ്ഞു തരുമ്പോ, ബാബ നമുക്ക് ജ്ഞാനം നൽകുമ്പോൾ അല്ലെ നമ്മള് അതിനെ എസ്സേ ആക്കണം. എസ്സേ പോലെ നമ്മൾ തയ്യാറാക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബ പറയാണ് വളരെ റിഫൈൻഡ് ആയിട്ട് അല്ലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ബാബയുടെ ജ്ഞാനം പറഞ്ഞോളൂ. സോ ബച്ചോക്കോ കയാൽ കർണാൻ. അപ്പൊ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ അവര് ഇതിലേക്ക് ഈ ജ്ഞാനത്തിലേക്ക് ആകർഷിതരാകണം, ഈ ജ്ഞാനം ശ്രവിക്കണം അല്ലെ, അതിൽ തൽപരരാകണം. അപ്പൊ അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിൽ, താല്പര്യം ജനിപ്പിക്കുന്ന വിധത്തിൽ
മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കുട്ടികള് ചിന്തിക്കണം. ബാപ്പോ യാദ് കർണേ സെ മുക്തി ജീവൻ മുക്തി കാ വർ സമझेगा. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ കുട്ടികൾക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്വത്ത് ലഭിക്കും. ഹം ബ്രഹ്മകുമാർ കുമാരിയാണ്. നമ്മൾ ബ്രഹ്മകുമാർ കുമാരികളാണ്. വാസ്തവമേ തും ഭി ഹോ, തുമ്നെ ബാപ്കോ പേച്ചാന നഹി ഹെ. അല്ലെ, നമ്മളും അപ്പൊ അവരോടും പറയണം, ഞങ്ങള് ബ്രഹ്മകുമാർ കുമാരികളാണ്, നിങ്ങളും ബ്രഹ്മകുമാർ കുമാരികളാണ്. പക്ഷെ നിങ്ങൾ അച്ഛനെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കും അങ്ങനെയാകാം അല്ലെ, നിങ്ങൾ അത് തന്നെയാണ്, പക്ഷെ നിങ്ങൾ അച്ഛനെ തിരിച്ചറിഞ്ഞു. തും ബച്ചേ അഭി പരംപിത പരമാത്മാ ദ്വാര ദേവത ബന്നെ. നമ്മൾ കുട്ടികൾ ഇപ്പോൾ പരമപിത പരമാത്മാവിലൂടെ ദേവതകളായി മാറിക്കൊണ്ടിരിക്കുക. ഭാരത് മേ ഹി ലക്ഷ്മി നാരായണ കാ രാജ്യം. ഈ ഭാരതഭൂമിയിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നു. ചോട്ടെ ചോട്ടെ ബച്ചേ ബുലന്ദ് ആവാസ് സേ ബഡി ബഡി സഭാ മേ സംജായി. കൊച്ചു കൊച്ചു കുട്ടികള് അല്ലെ, കൊച്ചു കൊച്ചു കുട്ടികള് വളരെ ആധികാരികമായ ശബ്ദത്തിൽ വലിയ വലിയ സഭയിൽ ചെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ എത്രമാത്രം വലിയ പ്രഭാവം ഉണ്ടാകും. സംജയ്ക്ക് ജ്ഞാനത്തോ ഇന്നേഹി. അപ്പൊ മറ്റുള്ളവര് മനസ്സിലാക്കും, ഈ ജ്ഞാനം ഇവരിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ഭഗവാൻ കാ രാസ്ത ഏ ബത്താത്തെ ഹെ. അല്ലെ, ഭഗവാന്റെ വഴിയാണ് ഇവര് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന് അവര് മനസ്സിലാക്കും. നിരാകാർ പരമാത്മാ ഹി കഹത്തെ ഹെ. ഹേ ആത്മായെ മുझे യാദ് കരോ തോ തുമാരെ വികർം വിനാശ് ഹോഗെ. അല്ലെ, നിരാകാരിയായ പരമാത്മാവ് നമ്മൾ കുട്ടികളോട് പറയാണ്, ഹേ ആത്മാക്കളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. ഗംഗാ സ്നാൻ തീർത്ത് ആദി ജന്മ ജന്മാന്തർ കർത്തെ കർത്തെ പതിഹി ബത്തെ ആയിരുന്നു. ബാബ പറയാണ്, ഗംഗാ സ്നാനം ചെയ്തു, തീർത്ഥയാത്രകൾ ചെയ്തു, അല്ലെ, ജപതപങ്ങൾ ചെയ്തു, ഇതെല്ലാം ചെയ്തിട്ടും ആത്മാവ് അല്ലെ ജന്മജന്മാന്തരങ്ങളിലൂടെ പതീതരായി തീരുകയാണ് ചെയ്തത്. അല്ലെ, അനേക ജന്മങ്ങൾ എടുത്തെടുത്തെടുത്ത് പതീതരായി തീരുകയാണ് ചെയ്തത്. തോ ഭാരതിക്ക് ഹി ചടുത്തി കല ഉത്തർത്തി കല. ബാബ പറയാണ്, ഭാരതത്തിനാണ് കയറുന്ന കലയുള്ളത്, ഭാരതത്തിന് തന്നെയാണ് ഇറങ്ങുന്ന കലയും ഉള്ളത്. ബാപ് രാജോഗ് സിഖിലാക്കർ ചടുത്തി കല അർത്ഥാത് സ്വർഗ കാ മാലിക് ബനാത്തെ. ബാബ വന്ന് നമ്മളെ രാജയോഗം പഠിപ്പിച്ച് കയറുന്ന കല അഥവാ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ഫിർ മായ രാവൺ നരക കാ മാലിക് ബനാത്തി ഹെ. പിന്നെ മായ രാവണൻ എന്ത് ചെയ്യുന്നു? നമ്മെ നരകത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. തോ ഉത്തർത്തി കല കഹിങ്കെ. അതിനെയാണ് ഇറങ്ങുന്ന കല. മായ രാവണൻ നമ്മളെ നരകത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നതിനെയാണ് ഇറങ്ങുന്ന കല എന്ന് വിളിക്കുന്നത്. ജനം ബൈ ജനം തോടി തോടി ഉത്തർത്തി കലാബി ഹോത്തി ജാതി. അല്ലെ, ഓരോരോ ജന്മങ്ങൾ എടുക്കും തോറും പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ നമ്മൾ ഇറങ്ങുന്ന കലയിലേക്ക് പോയി. ജ്ഞാനികെ ചടുത്തി കല. അല്ലെ, പരമാത്മാ ജ്ഞാനം കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകും. ഭക്തി ഹേ ഉത്തർത്തി കല. അല്ലെ, ഭക്തിയാണ് ഇറങ്ങുന്ന കല, ജ്ഞാനം കയറുന്ന കലയാണ്. कहते भी हैं ഭക്തി के बाद फिर ഭഗവാൻ मिलेगा. അല്ലെ, ബാബ പറയാണ്, മഹിമ പാടുന്നുണ്ട്, ഭക്തിക്ക് ശേഷം ഭഗവാനെ ലഭിച്ചു. तो ഭഗവാൻ की ज्ञान देंगे. തീർച്ചയായിട്ടും ഭഗവാനാണ് നമുക്ക് ഈ ജ്ഞാനം നൽകുന്നത്. അല്ലെ, ഇപ്പൊ ഭക്തിക്ക് അനേക ജന്മം ഭക്തി ചെയ്തതിന് ശേഷം നമുക്ക് ഭഗവാനെ കിട്ടി. അല്ലെ, ഇപ്പൊ ഭഗവാൻ നമുക്ക് നൽകുന്നത് ജ്ഞാനമാണ്. വഹി ജ്ഞാനിക്ക സാഗർ ഹേ. കാരണം ജ്ഞാനസാഗരൻ എന്ന് വിളിക്കുന്നത് ഒരേ ഒരു പരമാത്മാവിനെ മാത്രമാണ്. ജ്ഞാനാഞ്ജൻ സദ്ഗുരു ദിയ. ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി അജ്ഞാനമാകുന്ന അന്ധകാരം വിനാശമായി എന്നാണ് പറയുന്നത്. സദ്ഗുരു തോ ഏക പരംപിത പരമാത്മാ ഹി ഹേ. സദ്ഗുരു ഒരേ ഒരു പരമപിത പരമാത്മാവ് മാത്രമാണ്. മഹിമ സദ്ഗുരു കി ഹേ നാക്കി ഗുരു. മഹിമ മുഴുവൻ സദ്ഗുരുവിനാണ്, അല്ലാതെ ഗുരുവിന് മഹിമയില്ല. അല്ലെ, മനുഷ്യ ഗുരുക്കന്മാർക്ക് മഹിമയില്ല, സദ്ഗുരുവിനാണ് മഹിമയുള്ളത്. ഗുരു ലോകത്തോ ഡേർ ഹേ.
ബാബ പറയാണ് ഗുരുക്കന്മാര് ലോകത്തിൽ ധാരാളമുണ്ട്. സദ്ഗുരുത്വ ഏകി, സദ്ഗുരു ഒരേ ഒരാൾ മാത്രമാണ്. വഹി സദ്ഗതി ദാദാ പതിത പാവൻ ലിബറേറ്റർ. പരമാത്മാവാരാണ്? സദ്ഗതി ദാതാവാണ്, പതിത പാവനനാണ്, ലിബറേറ്റർ ആണ്, വിമോചകനാണ്. രാവണ രാജ്യത്തിൽ നിന്നും അല്ലെ സർവരെയും മോചിപ്പിക്കുന്നവനാണ്. അഭി തും ബച്ചേ ഭഗവാന് വാച സുനത്തെ. ഇപ്പോൾ നമ്മൾ കുട്ടികള് ഭഗവാന് വാച കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാം ഏകം യാദ് കർണേ സേ തും ആത്മായെ ശാന്തിധാം ചലി ജായേ. ബാബ പറയാണ് എന്നെ മാത്രം നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തിധാമത്തിലേക്ക് പോകുവാൻ കഴിയും. ഹേ ശാന്തിധാം, ഹേ സുഖധാം. ബാബ പറയാണ് ശാന്തിധാമം നമ്മുടെ വീടാണ്. പിന്നെ സത്യുഗം എന്ന് പറഞ്ഞാൽ സുഖധാമമാണ്. കലിയുഗം എന്ന് പറഞ്ഞാൽ ദുഃഖധാമം. ക്യാ ഇത്നാ ഭി നഹീ സമജ്തേ? ബാബ യെ ആകർ പതി ദുനിയാ കോ പവൻ ദുനിയാ ബനാ. ബാബ പറയാണ് ഇത്ര പോലും ആരും മനസ്സിലാക്കുന്നില്ല. ബാബ വന്നിട്ടാണ് ഈ പതിതമായ ലോകത്തെ പാവനമാക്കി മാറ്റുന്നത്. തും ജാനത്തെ ഹോ ബേഹദ് കാ സുഖ് ദേനെ വാല ബേഹദ് കാ ബാപ് ഹേ. കുട്ടികൾക്ക് അറിയാം പരിധികളില്ലാത്ത സുഖം നൽകുന്നത് ആരാണ്? പരിധികളില്ലാത്ത അച്ഛനാണ് പരിധികളില്ലാത്ത സുഖം നൽകുന്നത്. ബേഹദ് കാ സുഖ് രാവൺ ദേത്തെ. പരിധികളില്ലാത്ത ദുഃഖം നൽകുന്നത് രാവണനാണ്. വോഹേ ബഡാ ദുഷ്മൻ. രാവണൻ ആരാണ്? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ രാവണൻ. ये कोई का पता नहीं है രാവൺ രാജ്യക്കോ പതിത് രാജ്യക്കോ കഹ ജാത്ത ഹൈ. ഇത് ആർക്കും അറിയില്ല ഈ രാവണ രാജ്യത്തെ പതീത് രാജ്യം എന്ന് വിളിക്കുന്നത് ആരാണ്. അപ്പൊ ബാപ്നെ സാരേ രാജ്യം ഹംകോ സംജായ. ബാബ വന്നിട്ട് മുഴുവൻ രഹസ്യവും നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഹരേക്ക് മേ പാഞ്ച് പാഞ്ച് വികാർ പ്രവേശിയെ ഇസ്ലിയേ 10 ശീർഷവാല രാവണ ബനാത്തെ. ഇവിടെ എന്താണ്? ഓരോ വ്യക്തികളിലും 5 വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. സ്ത്രീയിലും പുരുഷനിലും 5 വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാവണന് 10 തല കാണിച്ചിരിക്കുന്നത്. 5 സ്ത്രീയുടെ തല 5 പുരുഷന്റെ തലയും രാവണന് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഏ ബാത്ത് വിദ്വാൻ പണ്ഡിത് നഹിച്ചാൻ. ഈ കാര്യങ്ങളൊന്നും വിദ്വാൻമാർക്കോ പണ്ഡിതന്മാർക്കോ അറിയില്ല. അപ്പൊ ബാപ്നെ സംജായ രാമരാജ് കബ്സെ കഹാൻ തക്ക് ചലത്താ. അല്ലെ ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു ഈ രാവണ രാജ്യം അല്ലെ എപ്പോൾ വരെയാണ് നടക്കുന്നത്. ഏ ബേഹദ് കി ഹിസ്റ്ററി ജോഗ്രഫി സംജാത്തെ. ബാബ വന്നിട്ട് പരിധികളില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. രാവൺ ഹേ ബേഹദ് കാ ദുഷ്മൻ ഭാരത്. രാവണൻ പരിധികളില്ലാത്ത ശത്രുവാണ്. അല്ലെ ഈ മുഴുവൻ ഭാരതത്തിന്റെയും പരിധികളില്ലാത്ത ശത്രു ആരാണ്? രാവണനാണ്. ഉസ്നെ കിത്നി ദുർഗതി കി ഹേ. രാവണൻ വന്നിട്ട് എത്രമാത്രം വലിയ ദുർഗതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാരത് ഹി ഹെവൻ താ ജോ ഭൂൽ ഗയേ. ഭാരതം സ്വർഗമായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. അഭി തും ബച്ചോ കോ ബാപ് കി ശ്രീമത്ത് മിൽത്തി ഹൈ, ബച്ചേ ബാപ് കോ യാദ് കരേ. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് ശ്രീമത്ത് നൽകാണ്. എന്താ ശ്രീമത്ത് നൽകാണ്? ബാബ ശ്രീമത്ത് നൽകുന്നു, കുട്ടികളുടെ അച്ഛനെ ഓർമ്മിക്കൂ. എന്താ ചെയ്യണ്ടേ? അച്ഛന്റെ ഓർമ്മയിൽ ഇരിക്കൂ, അച്ഛനെ ഓർമ്മിക്കൂ. ആൾ ഫോർ ബേ. ഇപ്പൊ രാവണൻ വന്ന് നമ്മളെ ദുർഗതിയിലേക്ക് നയിച്ചു അല്ലെ, ആത്മാവ് ദുർഗതിയിലേക്ക് പോയി. ഇപ്പോൾ നമ്മള് സദ്ഗതിയിലേക്ക് പോകണമെങ്കിൽ അച്ഛന്റെ ഓർമ്മയിൽ ഇരിക്കണം. ബാബയും പിന്നെ ബാബ നൽകുന്ന ചക്രവർത്തി പദവി. പരംപിത പരമാത്മാ സ്വർഗ സ്ഥാപന കർത്തേ ഹേ, രാവൺ ഫിർ നരക की സ്ഥാപന കർത്തേ. അപ്പൊ ബാബ തന്നെ നമുക്കത് മനസ്സിലാക്കി തരാണ് അന്തരം അല്ലെ. പരമപിത പരമാത്മാവ് സ്വർഗസ്ഥാപന ചെയ്യുന്ന ആളാണ്, പക്ഷെ രാവണൻ നരകത്തിന്റെ സ്ഥാപന ചെയ്യും. തുമക്കോ തോ നരക സ്ഥാപൻ കർണേ വാലെ ബാപ്കോ तुमको तो स्वर्ग स्थापन करने वाले बाप को याद करना है. बल गृहस्थ व्यवहार में रहो, शादी आदि पर जाओ. ബാബ പറയാണ്
സ്വർഗം സ്ഥാപിക്കുന്ന ആത്മീയ അച്ഛനെ കുട്ടികൾ ഓർമ്മിക്കണം, ബാബയെ ഓർമ്മിക്കണം. നരകം സ്ഥാപിച്ചത് രാവണനെയാണ്, അല്ലേ? അപ്പൊ രാവണനെയല്ല ഓർമ്മിക്കേണ്ടത്, പിന്നെന്താണ്? ആ സ്വർഗസ്ഥാപകനായിട്ടുള്ള അച്ഛനെ ഓർമ്മിക്കണം. ബാബ പറയാണ് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിച്ചോളൂ, അല്ലേ? പക്ഷെ വിവാഹത്തിനൊക്കെ പോയിക്കൊള്ളൂ. ജവ ഫുർസത് മിലെ ബാപ്പു യാദ്, സമയം കിട്ടുമ്പോ ബാബയെ ഓർമ്മ. शरीर निर्वाहार्थ कर्म करते हुए जिसके साथ तुम्हारी सगाई हुई है उसे याद करना है. ശരീര നിർവാഹാർത്ഥം കർമ്മം ചെയ്യുമ്പോഴും ആരുടെ കൂടെയാണോ നമ്മുടെ വിവാഹം നടന്നിട്ടുള്ളത്, അല്ലെ? ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത്? ജീവാത്മ പരമാത്മ വിവാഹം നടന്നിരിക്കുകയാണ്, അല്ലെ? അത്ര ആഴത്തിലുള്ള സ്നേഹ സംബന്ധം ജീവാത്മാവിന് പരമാത്മാവുമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ബാബ പറയാണ്, അതുകൊണ്ട് ആരുടെ കൂടെയാണോ നമ്മുടെ ആഴത്തിലുള്ള സ്നേഹ ബന്ധം ഉണ്ടായിട്ടുള്ളത്, അല്ലെ? നമ്മൾ ഓരോ ആത്മാവിനും വിവാഹം നടന്നിട്ടുള്ളത്, ആളെ ഓർമ്മിക്കണം, അല്ലെ? ആത്മാവിന്റെ പതി പരമേശ്വരനെ ഓർമ്മിക്കണം. तो शरीर निर्वाहार्थ कर्म करते भी जिसके साथ तुम्हारी सगाई हुई है उसे याद करना है. जब तक उनके घर जाए तब तक बल तुम सब कर्तव्य करते हो लेकिन बुद्धि से बाप को भूलो. ബാബ പറയാണ്, അപ്പൊ നമുക്ക് വിവാഹത്തിന് പോവാം. കാരണം ബാബ, അല്ലെ, ബ്രഹ്മ ബാബ എന്താ ചെയ്തത് വന്നിട്ട്, അല്ലെ? ബ്രഹ്മ ബാബ ദലാളാണ്. ബ്രഹ്മ ബാബ എന്ത് ചെയ്തു? ബ്രാഹ്മണ ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും വിവാഹം നടത്തി, അല്ലെ? നമ്മളും ദല്ലാളാണ്. നമ്മൾ എന്താ ചെയ്യുന്നേ? അനേക ആത്മാക്കളെ പരമാത്മാവുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുകയാണ്, അല്ലെ? ആ ഭഗവാനുമായിട്ടുള്ള ആ സ്നേഹ സംബന്ധം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ബാബ പറയാണ്, അതുകൊണ്ട് കുട്ടികളെ ബാബയെ ഓർമ്മിക്കണം. ശരീര നിർവാഹാർത്ഥം കർമ്മം ചെയ്യുമ്പോഴും, അല്ലെ, നമ്മളുടെ വിവാഹം ആരുമായിട്ടാണോ, അല്ലെ, നമ്മുടെ എൻഗേജ്മെന്റ് ആരുമായിട്ടാണോ, ആളെ ഓർമ്മിക്കണം. അപ്പൊ ബാബ പറയാണ്, നമുക്ക് വീട്ടിലേക്ക് പോകുന്നവരേക്കും, അല്ലെ, നമുക്ക് ഇവിടെ നമ്മുടെ ബാബയുടെ കർത്തവ്യത്തിൽ നമ്മൾ പങ്കാളികളാകണം, അല്ലെ? നമ്മുടെ ഗൃഹസ്ഥത്തിലും നമ്മുടെ കടമകൾ ചെയ്യണം, ബാബയുടെ കർത്തവ്യത്തിലും നമ്മൾ പങ്കാളികളാകണം. പക്ഷേ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ബാബയെ ഓർമ്മിക്കണം. ബാബയെ കുട്ടികൾ മറക്കരുത്. അച്ഛാ मीठे मीठे सिक्की लते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, सजाओं से छूटने के लिए अपने सब हिसाब किताब ചുക്തു कर. ബാബ പറയാണ്, കർമ്മ കണക്കുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എല്ലാ കണക്കുകളും അവസാനിപ്പിക്കണം. അപ്പൊ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, കർമ്മ കണക്കുകളിൽ നിന്നല്ല, ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എല്ലാ കർമ്മ കണക്കുകളും തീർക്കണം. എന്നുവെച്ചാൽ എങ്ങനെ കർമ്മ കണക്കുകൾ തീർക്കും? ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബാബയെ ഓർമ്മിച്ചുകൊണ്ട് തീർക്കണം, അല്ലെ? ബാബയുടെ ഓർമ്മയിൽ വേണം തീർക്കാൻ. ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എല്ലാ കണക്കുകളും തീർക്കണം. സച്ചേ ബാപ് സേ കുച്ച് ഭി ചിപ്പാനാ നഹീ. സത്യമായ അച്ഛന്റെ അടുക്കൽ ഒന്നും തന്നെ ഒളിച്ചു വെക്കാൻ പാടില്ല, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. झूठ कपट का त्याग करना है. നുണയും അസത്യവും കാപട്യവും എല്ലാം ത്യജിക്കണം, അല്ലെ? ഉപേക്ഷിക്കണം. നമ്മുടെ അടുത്ത് ഈ സംസ്കാരം ഒന്നും പാടില്ല. നുണയുടെ, അസത്യത്തിന്റെ, കാപട്യത്തിന്റെ, അല്ലെ, ഈ സ്വഭാവം ഒന്നും പാടില്ല. ഇതൊക്കെ ഉപേക്ഷിക്കണം. യാദിക്ക് യാത്രമേരല്ല, ഓർമ്മയാകുന്ന യാത്രയിൽ. सेकंड पॉइंट, जैसे बाप अपकारियों पर भी उपकार करते ऐसे सब पर उपकार करते. ബാബ അപകാരികളുടെ മേലെ ഉപകാരം ചെയ്യും, അല്ലെ? അപകാരം ചെയ്യുന്നവർക്കും ബാബ എന്താ ചെയ്യുന്നത്? ഉപകാരം ചെയ്യും. ഇപ്രകാരം എല്ലാവർക്കും ഉപകാരം ചെയ്യും.
ബാബ അപകാരികൾക്ക് ഉപകാരം ചെയ്യും, അതേപോലെ എല്ലാവർക്കും ഉപകാരം ചെയ്യും. സബ്കോ ബാബ് കാ സത്യ പരിചയ ദേന, എല്ലാവർക്കും ബാബയുടെ സത്യമായ പരിചയം നൽകും. वरदान। ईश्वरीय संस्कारों को कार्य में लगाकर സഫൽ करने वाले സഫലതാ മൂരത് ഭവ. ഈശ്വരീയ സംസ്കാരങ്ങളെ കാര്യത്തിൽ പ്രയോഗിച്ച് സഫലമാകുന്ന സഫലതാ മൂർത്തിയായി ഭവിക്കൂ. जो बच्चे अपने ईश्वरीय संस्कारों को कार्य में लगाते हैं उनके व्यर्थ संकल्प स्वतः ही खत्म हो जाते हैं. അപ്പൊ ഈശ്വരീയ സംസ്കാരങ്ങളെ കാര്യത്തെ പ്രയോഗിച്ച് സഫലമാക്കുന്ന സഫലതാ മൂർത്തി ഭവ. ഏത് കുട്ടികളാണോ തന്റെ ഈശ്വരീയ സംസ്കാരങ്ങളെ കാര്യത്തിൽ വിനിയോഗിക്കുന്നത്, അല്ലെ, അവരുടെ വ്യർത്ഥ സങ്കല്പങ്ങൾ സ്വതവേ സമാപ്തമാകും. അപ്പൊ നമ്മുടെ ഈശ്വരീയ സംസ്കാരങ്ങളെ നമ്മൾ ഈശ്വരീയ കർത്തവ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുമ്പോൾ വ്യർത്ഥ സങ്കല്പങ്ങൾ സ്വതവേ സമാപ്തമാകും. സഫൽ കർണ മാന ബച്ചാന ഓർ ബഡാന. സഫലമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? അല്ലെ, പാഴാക്കാതിരിക്കുക, അത് വർദ്ധിപ്പിക്കുക, അല്ലെ, പാഴാഘാതത്തിൽ നിന്ന് അതിനെ രക്ഷിക്കുക, പാഴായി പോകാതിരിക്കുന്നതിൽ നിന്നും അതിനെ രക്ഷിക്കുക, വർദ്ധിപ്പിക്കുക. ऐसे പുരാണ സംസ്കാർ ഹി യൂസ് കർത്തേ രഹോ. അല്ലെ, ബാബ പറയണ ഒരിക്കലും കുട്ടികളെ നിങ്ങൾ എങ്ങനെ ആവരുത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പഴയ സംസ്കാരങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അത് പാടില്ല. ഈശ്വരീയ സംസ്കാരം കോ ബുദ്ധിക്ക് ലോക്കർമേ രക്കുന്നു. ഈശ്വരീയ സംസ്കാരങ്ങളെ ബുദ്ധിയുടെ ലോക്കറിനുള്ളിൽ വെക്കൂ, അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് ഈശ്വരീയ സംസ്കാരങ്ങളെ എല്ലാം നമ്മുടെ ബുദ്ധിയുടെ ലോക്കറിനുള്ളിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നേ? പഴയ സംസ്കാരങ്ങൾ, അല്ലെ. ബാബ പറയണം അങ്ങനെ പാടില്ല. ജैसे कईयों की आदत होती है अच्छी चीज पैसे बैंक അഥവാ അൽമാരിയോ മേ രഖന. ചിലർക്ക് അതൊരു ശീലാണ്, നല്ല സാധനങ്ങള്, അല്ലെ, നല്ല സാധനങ്ങള് ഒക്കെ ബാങ്കില് സൂക്ഷിക്കുക, അലമാരയിൽ സൂക്ഷിക്കുക, നല്ലതൊന്നും ഉപയോഗിക്കത്തില്ല, അല്ലെ. എന്നിട്ടെല്ലാം പഴയത് ഉപയോഗിക്കുക. ഇത് എന്താണ്? ആളുകളുടെ ശീലാണ്. പുരാണി വസ്തുവെ പ്യാർ ഹോത്തേ, പഴയത് ഉപയോഗിക്കാനാണ് ഇഷ്ടം, അല്ലെ. അതുകൊണ്ട് പഴയത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും, അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. യഹാ ഏസനയ്ക്ക് കർണ. പക്ഷെ ആ ശീലമൊന്നും ഇവിടെ പാടില്ല, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെ. യഹാ മനസാ സേ വാണി സേ ശക്തിശാലി വൃത്തി സേ അപ്നെ സബ് കുച്ച് സഫൽ കരും. ബാബ പറയാണ്, ഇവിടെ മനസ്സുകൊണ്ട്, വാക്കുകൾ കൊണ്ട്, ശക്തിശാലിയായിട്ടുള്ള മനോവൃത്തിയിലൂടെ എല്ലാം സഫലമാക്കും. അപ്പോൾ സഫലതാ മൂർത്തിയാകാൻ സാധിക്കും. അപ്പൊ ഇവിടെ എന്താണ്? ഈശ്വരീയ സംസ്കാരങ്ങളെ, നമ്മുടെ ഗുണങ്ങളെ, വിശിഷ്ടതകളെ കാര്യത്തിൽ പ്രയോഗിക്കൂ. അപ്പോഴാണ് വ്യർത്ഥ സങ്കല്പങ്ങൾ സ്വതവേ സമാപ്തമാകുക. ബാബ പറയാണ്, സഫലമാക്കുക, കാര്യത്തിൽ വിനിയോഗിക്കുക. അതാണ് വ്യർത്ഥമാകാതിരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുകയും അതേപോലെ കാര്യത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത്. ഗുണങ്ങളും വിശേഷതകളൊക്കെ നമ്മളിൽ വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? അത് കാര്യത്തിൽ വിനിയോഗിക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ബാബ പറയാണ്, അല്ലെ, നമ്മൾ ഈശ്വരീയ സംസ്കാരങ്ങളെ ബുദ്ധിയുടെ ലോക്കറിൽ സൂക്ഷിക്കുകയും പഴയ ശീലങ്ങളെയും പഴയ സ്വഭാവങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം പാടില്ല, അല്ലെ. മനസ്സിലൂടെയും വാക്കിലൂടെയും ശക്തിശാലിയായിട്ടുള്ള മനോഭാവത്തിലൂടെയും തനിക്കുള്ളതെല്ലാം സഫലമാക്കൂ, വിനിയോഗിക്കൂ. അപ്പോൾ സഫലതാ മൂർത്തിയാകാൻ സാധിക്കും. സ്ലോഗൻ. बाप और मैं ये छत्रछाया साथ तो कोई भी विघ्न ठहर नहीं सकता. ബാബയും ഞാനും ഈ കുടക്കീഴിൽ സദാ കൂടെ ഉണ്ടായിരുന്നു. ബാബയും ഞാനും, ബാബയും ഞാനും ഈ കുടക്കീഴില് താഴെയായിരിക്കണം നമ്മൾ എപ്പോഴും. ഈ കുടക്കീഴിൽ സദാ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോ ഒരു വിഘ്നങ്ങൾക്കും തങ്ങി നിൽക്കാൻ സാധിക്കില്ല. അപ്പൊ ബാബയും ഞാനും ഈ കുടക്കീഴിനുള്ളിൽ ഇരിക്കും. ഈ കുടക്കീഴിൽ സദാ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ കുടക്കീഴിനുള്ളിലാണ് നമ്മൾ എപ്പോഴും ഉള്ളതെങ്കിൽ, അല്ലെ, ഒരു വിഘ്നങ്ങൾക്കും
വിഘ്നങ്ങൾ വരുമായിരിക്കും, പക്ഷെ അതിന് തങ്ങി നിൽക്കാൻ സാധിക്കും. സഭി ബ്രാഹ്മൺ ബച്ചോं പ്രതി വിശേഷ് അറ്റൻഷൻ പരമാത്മ മഹാവാക്യം. എല്ലാ ബ്രാഹ്മണ കുട്ടികൾക്കും വേണ്ടി വിശേഷ അറ്റൻഷൻ परमात्मा महावाक्य. एक बल एक भरोसा अर्थात सदा निश्चय हो, जो साकार की मुरली है वही मुरली मधुबन से श्रीमत मिलती है, वही श्रीमत. എല്ലാ ബ്രാഹ്മണ കുട്ടികൾക്ക് വേണ്ടിയും വിശേഷ അറ്റൻഷൻ പരമാത്മാ മഹാവാക്യം അല്ലെ, നമ്മൾ വിശേഷ അറ്റൻഷൻ കൊടുക്കേണ്ട പരമാത്മാ മഹാവാക്യം. ഒരേരു ബലം ഒരേരു വിശ്വാസം, സദാ നമ്മുടെ ഉള്ളിൽ നിശ്ചയം ഉണ്ടായിരിക്കണം. നമുക്ക് വേണ്ടത് എന്താണ്? ഒരേരു ബലം ഒരേരു വിശ്വാസം. जो सागर की मुरली है वही मुरली है, जो मधुबन से श्रीमत मिलती वही श्रीमत. അല്ലെ, നമുക്ക് എല്ലാ ദിവസവും ബാബ നൽകുന്ന സാകാര മുരളി, അതാണ് മുരളി. മധുബനിൽ നിന്നും ബാബ നമുക്ക് നൽകുന്ന ശ്രീമത്താണ് ശ്രീമത്. ബാബ്കെ സിവായ മധുബൻകെ ഓർ കഹി മിൽ നഹീ സക്ത. മധുബനിൽ നിന്നല്ലാതെ നമുക്ക് ഈ സാകാര മുരളിയും അതുപോലെ ശ്രീമത്തും അല്ലെ മറ്റെവിടെ നിന്നും ലഭിക്കും. മധുബനിൽ നിന്നല്ലാതെ നമുക്ക് പുറത്ത് എവിടെ നിന്നും ലഭിക്കും. സദാ ഏക് ബാബ്കെ പഠായിമേ നിശ്ചയ ഹോ. ഒരേ പരമാത്മാവാകുന്ന ആത്മീയ അച്ഛൻ നൽകുന്ന പഠിപ്പിൽ നമുക്ക് വളരെയധികം നിശ്ചയം ഉണ്ടായിരിക്കണം. മധുബൻ സെ ജോ പഠായി കാ പാട് ജാത്ത വഹി പഠായി. മധുബനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, മധുബനിൽ നിന്നാണല്ലോ അല്ലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള എല്ലാ സെന്ററുകളിലും അന്നന്ന് വായിക്കുന്ന മുരളി മധുബനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുരളിയാണ് അല്ലെ, മധുബനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മുരളിയാണ്. അപ്പോ ഈ മുരളി എല്ലാവരും വായിക്കുന്ന മുരളിയാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തില് ബാബയുടെ മുരളി അല്ലെ. വേറെ എവിടുന്ന് ആര് പറയുന്നെന്ന് പറഞ്ഞാലും അത് ബാബയുടെ മുരളിയല്ല അല്ലെ. ഇനി കുട്ടികൾക്കും തുടങ്ങാലോ, എന്റെ അടുക്കൽ ബാബ വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാലോ. അപ്പൊ ബാബ പറയാണ് മധുബനിൽ നിന്നും എല്ലാ സെന്റേഴ്സിലേക്കും എത്തിച്ചേരുന്ന മുരളിയാണ് ബാബയുടെ മുരളി. ഇത് മധുബനിൽ നിന്നല്ലാതെ വേറെ എവിടുന്നും ലഭിക്കില്ല. ബാബയുടെ അടുക്കൽ നിന്നും മധുബനിൽ നിന്നും മറ്റെവിടുന്നും ലഭിക്കില്ല. അതുകൊണ്ട് ബാബ നൽകുന്ന ആ ഒരേ ബാബയുടെ പഠിപ്പിൽ നമുക്ക് അത്രയും നിശ്ചയം വേണം. മധുബൻ സെ ജോ പഠായി കാ പാട് ജാത്ത വഹി പഠായി, ദൂസരെ കോയി പഠായി നെ. മധുബനിന്ന് എല്ലാ സെന്ററിലും എത്തിച്ചേരുന്ന മുരളിയാണ് ബാബ നൽകുന്ന പഠിപ്പ്, വേറെ ഒരു പഠിപ്പുമില്ല. अगर कहाँ भोग आदि के समय संदेश द्वारा बाबा का पार्ट चलता है, बिल्कुल रॉन्ग. അഥവാ ഏതെങ്കിലും സെന്ററില് അല്ലെ ചില കുട്ടികള് ബാബയ്ക്ക് ഭോഗ് വെച്ചിട്ട് അല്ലെ ചില സന്ദേശികള് അല്ലെ മുമ്പ് സന്ദേശികള് പോകുമായിരുന്നല്ലോ, ബാബയുടെ അടുക്കുന്ന സന്ദേശമൊക്കെ മേടിക്കായിരുന്നല്ലോ. അപ്പോ ബാബ എന്നിലേക്ക് വന്നു എന്നൊക്കെ പറയുകയാണെങ്കില് ബാബ പറയാണ് ഇതൊക്കെ മായയുടെ കളിയാണ്, ഇത് ബാബയല്ല, ഇത് മായയുടെ കളിയാണ്. तो अगर कहाँ भोग आदि के समय संदेश द्वारा बाबा का पार्ट चलता है, ये बिल्कुल रॉन्ग. അങ്ങനെ സന്ദേശികളിലൂടെ ബാബയുടെ പാർട്ട് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, ഇത് മായയാണ്. ഇസ്കോ ഏക് ബൽ ഏക് ഭരോസ നഹി കഹി. അതിലേക്ക് നമ്മുടെ ബുദ്ധി പോയാൽ ഒരേരു ബലം ഒരേരു വിശ്വാസം എന്ന് വിളിക്കാൻ സാധിക്കില്ല. മധുബൻ സെ ജോ മുരളി ആത്തി ഹെ ഉസ് പർ ധ്യാൻ. മധുബനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുരളിയില് വളരെയധികം ശ്രദ്ധ കൊടുക്കും. ഓർ രാസ്തേ പർ നഹി തോ ഓർ രാസ്തേ പർ ചലെ ജായേ. അപ്പൊ മധുബനിൽ നിന്ന് ബാബ നൽകുന്ന മുരളിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കൂ, അത് പഠിക്കൂ, ഇല്ലെങ്കിൽ കുട്ടികൾ വേറെ വഴിക്ക് പോകും. മധുബൻ മേ ഹി ബാബാക്ക് മുരളി ചലത്തി, മധുബൻ മേ ഹി ബാബ ആത്തെ. മധുബനിലാണ് ബാബയുടെ മുരളി നടക്കുന്നത്, മധുബനിലാണ് ബാബ വരുന്നത്. इसलिए हर बच्चा ये सावधानी रखे, नहीं तो माया धोखा देती. അതുകൊണ്ട് ഓരോ കുട്ടികളും ഇതിൽ അറ്റൻഷൻ വെക്കണം, ഇല്ലെങ്കിൽ കുട്ടികളെ മായ വഞ്ചിച്ച് കളഞ്ഞത് വരും.
ബാബയ്ക്ക് ഭോഗ് വെക്കാൻ പോവാണ്.